ദർശു, എടി എനിക്ക് വിശക്കുന്നു, നീ ഒന്നും ഉണ്ടാക്കിയില്ലേ? ഗ്യാസ് ഇല്ല. അതിനല്ലേ കഴിഞ്ഞ ആഴ്ച 2000 രൂപ വാങ്ങിച്ചത്? അരിയില്ല. അതിനല്ലേ ഇന്നലെ ഞാൻ നിനക്ക് 1000 രൂപ തന്നത്? പച്ചക്കറിയില്ല. ഇതിന്റെ പേരും പറഞ്ഞ് ഇന്ന് എന്റെ പേഴ്സിന് 500 രൂപ എടുത്തല്ലോ. ഇപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി. സത്യം പറഞ്ഞാൽ നിനക്ക് പാചകം ചെയ്യാൻ മൂടില്ല അല്ലേ? ഓൺലൈനിൽ എന്തെങ്കിലും ഓർഡർ ചെയ്യട്ടെ? വേണ്ട, നമുക്ക് പുറത്തു കഴിക്കാം. എടി, നിന്റെ മനസ്സിലിരിപ്പ് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചതാ, അല്ലാതെ ശരിക്കും പുറത്തു പോകാനോ ഓർഡർ ചെയ്യാനോ ഒന്നിനും വേണ്ടി ചോദിച്ചല്ല. ഞാൻ പറയണത് ഒന്നും നിങ്ങൾ കേൾക്കില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ച പോലെ ഉണ്ടല്ലോ. നീ പറയുന്ന കാര്യം വല്ലതും ഗുണമുള്ളതാണെങ്കിൽ കേട്ടിട്ട് കാര്യമുണ്ട്. ഇത് പറയുന്നതെല്ലാം ഒരു ഗുണമില്ലാത്ത കാര്യമല്ലേ? ഞാൻ എത്ര ഉപകാരമില്ലാത്തവളെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ പോണം. ഞാൻ എന്തിനാ ഇവിടെ വെറുതെ നിൽക്കണം? പിന്നെ നീ ഇവിടെ നിന്ന് അങ്ങോട്ട് കെട്ടിയെടുത്ത് ചെല്ലുമ്പം വാഴ ഇല വിരിച്ച് നിനക്ക് സദ്യ ഇടുമെന്നാണ് നീ വിചാരിക്കുന്നത്. നീ പോയി 2ാമത്തെ ദിവസം ബസ്സിൽ ടിക്കറ്റ് വിട്ട് നിന്റെ അച്ഛനമ്മ എന്നെ വിളിക്കും, വന്ന് ഈ മാരണത്തിന് ഒന്ന് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞോണ്ട്. നിനക്കൊരു കാര്യം അറിയോ? നിന്നെ എനിക്ക് കെട്ടിച്ചെന്നല്ല, ദത്ത് വന്ന. മാസത്തിൽ ഒരു പ്രാവശ്യമല്ലേ ഞാൻ പുറത്തൊന്ന് വാങ്ങിച്ചു തരാൻ പറയാനുള്ളൂ. അതിനിപ്പോ എന്ത് സംഭവിക്കാനാ? ഒരു ദിവസം പുറത്തുനിന്ന് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് 5 ദിവസം വെറൈറ്റി ആയിട്ട് വീട്ടിൽ നല്ല അടിപൊളി ഫുഡ് കഴിക്കാം. ഇത്ര പിശു കാണിക്കണോ? എടി, ഇത് പിശുക്കല്ല, പാൽ ചെലവ് ഒഴിവാക്കുന്നതാണ്. എടി, മുട്ട ഇടുന്ന കോഴിക്ക് അതിന്റെ കുണ്ടിയുടെ വേദന അറിയാം. എല്ലാ മാസവും ടിവിയുടെ EMI, AC-യുടെ EMI, ബൈക്കിന്റെ EMI, ആ കിടക്കുന്ന ഓടാത്ത കാറിന്റെ EMI, ഇതൊക്കെ ഞാൻ എന്തുകൊണ്ടാണ് അടയ്ക്കുന്നത്? നിന്നെ കെട്ടിയതുകൊണ്ട്. ഇതുപോരാതെ ഹൗസിംഗ് ലോണ്, പിന്നെ എഡ്യൂക്കേഷണൽ ലോണ്. മതി മതി, ഒരു 10 മിനിറ്റ് കാത്തിരിക്കും. ഭക്ഷണം ഞാൻ ഉണ്ടാക്കി തരാം. യെസ്, ഐ ലൈക്ക് ദിസ് ഡോട്ട്. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട സംസാരം. പെട്ടെന്നാവട്ടെ. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഈ പൈസ എവിടെ നിന്ന് വരുന്നത്, ചിലവ് എവിടെ നിന്ന് നടക്കുന്നത്, ഇതൊക്കെ പറയാൻ വന്ന ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെ കേൾക്കാൻ പറ്റില്ല. ഭർത്താക്കന്മാരുടെ ഒരു അവസ്ഥയെ. ഭക്ഷണം റെഡി ആയി വാ. പെട്ടെന്ന് കലിപ്പിൽ പെണ്ണു വല്ല വിഷവും കലക്കി വെച്ചാണോ വിളിക്കുന്നത്?